നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കാപ്പിരികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ ചില ജില്ലകളിൽ സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്, നീ എന്താണ് കാപ്പിരിയാണോ എന്ന്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കാപ്പിരി എന്ന പദം. കറുത്ത വർഗക്കാരെ കാപ്പിരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാപ്പിരികളെ കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. അതിനു മുമ്പ് കൊച്ചിയിലെ മട്ടാഞ്ചേരിയെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് മട്ടാഞ്ചേരി. ആ മട്ടാഞ്ചേരിക്ക് മറ്റ് സ്ഥലങ്ങളെക്കാൾ പ്രാധാന്യം ഞാൻ നൽകുന്നത് ചരിത്രപരമായി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഏകദേശം ഒരു 4 കിലോമീറ്ററിനുള്ളിൽ നിന്ന് കുറേ ദിവസങ്ങളോളം പഠിക്കാനുണ്ട്. കാരണം മട്ടാഞ്ചേരി കേരളത്തിലെ പഴയ വസ്തുക്കളുടെ ഒരു വിൽപ്പന കേന്ദ്രമാണ്. ആ പഴയ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കായിട്ടുള്ള വസ്തുക്കൾ. അത് തമിഴ്നാട്, കർണാടകത്തിൽ നിന്നും മറ്റ് ആന്ധ്രയിൽ നിന്നും ഗോവയിൽ നിന്നും എല്ലാം കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട്. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിലെ ഒരു 80% കേരളത്തിലെ വസ്തുക്കൾ തന്നെയാണെന്ന് പറയാം. നിറയെ ഷോറൂമുകൾ, എല്ലാ ഷോറൂമിലും ആൻറ്റിക് വസ്തുക്കളാണ് വിൽപ്പനയ്ക്കുള്ളത്. ശരിക്കും ഒരു ടൂറ് പോവുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചിയും അതിന് തൊട്ട് അടുത്ത് തന്നെ മട്ടാഞ്ചേരിയിലേക്കായിട്ട് തന്നെ പോകണം. ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ തന്നെ നമുക്കൊരു ദിവസം മതിയാവില്ല. മട്ടാഞ്ചേരി ടൗൺ കാണുക, ആ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി കാണുക. കുട്ടികളെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുട്ടികളിൽ ടൂർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവുക എന്ന രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല വനമേഖലയിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ പോലും അമ്യൂസ്മെന്റ് പാർക്കുകളാണ്. വയനാട് ജില്ലയിലേക്കൊക്കെ പോകുമ്പോൾ ദുഃഖം ആരോട് പറയാനാണ്. കാരണം അത്ര മനോഹരമായ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും നല്ല കുന്നുകളും പുൽമേടുകളെല്ലാം ഈ അമ്യൂസ്മെന്റ് പാർക്കിനായിട്ട് മാറ്റി മറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടൂർ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വനമേഖലയിലേക്കുള്ള, പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള ഒരു ടൂറൊക്കെ ഇത്തരം അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വലിയ യന്ത്രങ്ങളാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. വലിയ ക്രെയിനിലൊക്കെ ഇങ്ങനെ പൊന്തിച്ച് വെക്കുകയാണ്, മനുഷ്യരെ പൊന്തിക്കുന്നത്. ഇതൊക്കെയാണോ ടൂറിസം? ഇതാണോ ടൂറിസം? വളരെയേറെ വിഷമം തോന്നുന്നു. വയനാടിൻ്റെ പ്രകൃതി തന്ന ആ ഭംഗി, മനോഹാരിത, എത്രമാത്രം കണ്ടാലും മതി വരാത്ത മനോഹാരിതയാണ് വയനാടിന് തന്നിരിക്കുന്നത്. അത് മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോഴെങ്കിലും ഒരു കടിഞ്ഞാനിട്ടില്ലെങ്കിൽ ടൂറിസത്തിന്റെ പേരിൽ ഒരു യാന്ത്രികമായ ടൂറിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. മട്ടാഞ്ചേരിയിലേക്ക് തന്നെ വരാം. മട്ടാഞ്ചേരി ടൂറിസം എന്ന് പറയുന്നത് പ്രായമുള്ള എല്ലാവർക്കും, അത് കുട്ടികൾക്കെന്നല്ല, പ്രായമുള്ള എല്ലാവർക്കും ആശ്ചര്യം തന്നെ തോന്നിക്കും. ഓരോ വസ്തുക്കളും, ഞാൻ നേരത്തെ പറഞ്ഞ പഴയ വസ്തുക്കൾ മാത്രമല്ല, വില കൂടിയ പട്ടുവസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം അവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഒരു ടവലിന് 10,000 രൂപ വില വരുന്ന ടവൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. കാരണം മലയാളിക്ക് വേണ്ടിയിട്ടല്ല, അത് വിദേശികൾക്ക് വേണ്ടിയിട്ടാണ്. പട്ടിന്റെ ടവലാണത്. അത്ഭുതപ്പെടാനൊന്നും മനുഷ്യർ ഇന്നിപ്പോൾ മലയാളികൾ അത്ഭുതപ്പെടില്ല. കാരണം അതുപോലുള്ളതൊക്കെ അറിയും എല്ലാവർക്കും. ഒരു 5 വർഷം മുമ്പ് ഞാൻ മട്ടാഞ്ചേരിയിൽ ഇത് പോയപ്പോൾ അന്ന് 5,000 രൂപയാണ് ടവലിന് പറഞ്ഞപ്പോൾ അത്ഭുതം തന്നെ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ അത് അത്ഭുതം തോന്നാനില്ല. കാരണം പട്ടുവസ്ത്രത്തിന്റെ വില നമുക്കറിയാം. അപ്പോൾ ഒറിജിനൽ പട്ടിന് ആ വിലയുണ്ട്. പട്ടുനൂൽ സാരി ഉണ്ടാക്കുന്ന ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ഇറക്കിയിരുന്നല്ലോ, കോഴിക്കോട് കല്യാൺ സിൽക്കിൻ്റെ. അപ്പോൾ ഞാൻ മട്ടാഞ്ചേരിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പം മട്ടാഞ്ചേരിയിലെ കാപ്പിരികളുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്, കാപ്പിരികളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളായി കാപ്പിരികളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ഫോർട്ട് കൊച്ചിയിലും മറ്റുമുണ്ട്. 2 ആരാധനാ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ളത്. അതേപോലെ തന്നെ വൈകുന്നേരം വലിയ മരങ്ങൾ, വീടിനടുത്തൊക്കെയുള്ള വലിയ മരങ്ങളുടെ അടിവശം അടിച്ചുവാരി വൃത്തിയാക്കി കാപ്പിരികൾക്ക് വരാനുള്ളതാണെന്നുള്ള സങ്കല്പത്തോടുകൂടി കാണുന്ന ആൾക്കാരും ഇന്ന് ഫോർട്ട് കൊച്ചിയിലുണ്ട്.
അപ്പോ കാപ്പിരി ദൈവത്തെ ആരാധിക്കുന്നതിന് പിന്നെ 2 ക്ഷേത്രങ്ങളാണ് അവിടെയുള്ളത്. അതിൽ പ്രതിഷ്ഠയില്ല, കണ്ണാടിയില്ല, ഫോട്ടോകളില്ല. അതാണ് ആ ഭക്തിയുടെ ഒരു പ്രത്യേകത. ഫോർട്ട് കൊച്ചിയിൽ പനയപ്പള്ളിയിലും 1/2 കിലോമീറ്റർ അപ്പുറം മാങ്ങാട്ടുപള്ളിയിലുമാണ് ഈ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്, കാപ്പിരികളുടെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്. അവിടെ മെഴുകുതിരി കത്തിക്കും, ദിവസവും വൈകുന്നേരം രാവിലെയും മെഴുകുതിരി കത്തിക്കും. അതുപോലെ തന്നെ ഉപ്പില്ലാത്ത ഇറച്ചി, ഉപ്പില്ലാത്ത മത്സ്യം വറുത്തത്, ഇതെല്ലാമാണ് അവിടുത്തെ നിവേദ്യങ്ങൾ. പിന്നെ ബ്രാൻഡിയും, അത് ഫോറിൻ ലിക്കറും അല്ലാത്തതും എല്ലാം അവിടെ ഉണ്ടാവും. പിന്നെ ചുരുട്ടും. ഇതെല്ലാം കാപ്പിരി ദൈവം രാത്രിയിൽ എടുത്ത് ഭക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത്. കാപ്പിരി ദൈവത്തെ ആരാധിക്കുന്ന ധാരാളം പേര് ഫോർട്ട് കൊച്ചിയിലുണ്ട്. നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, വികൃതി കളിക്കുമ്പോൾ ദൈവം കാണൂട്ടോ, ദൈവം മുകളിലുണ്ട്, അല്ലെങ്കിൽ ദൈവം കാണും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫോർട്ട് കൊച്ചിക്കാർ പറയുന്നത് കാപ്പിരി കാണൂട്ടോ ഇതെല്ലാം എന്ന്. കുട്ടികൾ ശരിക്കും പേടിച്ചിരിക്കും. കാപ്പിരികളെ ആരാധിക്കുന്ന വീട്ടുകാർ ധാരാളമുണ്ട്. 2 ക്ഷേത്രങ്ങളേ ഉള്ളൂ എങ്കിലും ധാരാളം പേര് കാപ്പിരിയെ ആരാധിക്കുന്നവർ ധാരാളമുണ്ട്. കാപ്പിരിയെ ആരാധിക്കുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ധൈര്യവും പണവും ഐശ്വര്യവും ലഭിക്കാൻ വേണ്ടിയാണ് കാപ്പിരികളെ ആരാധിക്കുന്നത്. ഈ കാപ്പിരികളെ ആരാധിക്കുന്നവർ പ്രത്യേക മതസമൂഹമൊന്നുമില്ല, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ആരാധിക്കാം. ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാരെന്നില്ല, മതമില്ല. സത്യത്തിൽ ഒന്ന് ആലോചിച്ചു പോവാണ്. മതത്തിന്റെ പേരിൽ അടികൂടുന്ന ഭക്തരാണല്ലോ നമ്മുടെ കൂട്ടത്തിൽ പലരും. അവരെയെല്ലാം കാപ്പിരി ദൈവമായി, കാപ്പിരി ദൈവങ്ങളെ ആരാധിക്കുന്നവരായി മാറുകയാണെങ്കിൽ ഈ അടിയെല്ലാം ഒഴിവാക്കാം. കാപ്പിരി ദൈവത്തിനെ ആരാധിക്കുന്നവർ പണത്തിന് വിഷമം വരുന്നവർ കാപ്പിരി ദൈവത്തെ ആരാധിച്ചാൽ പണം എങ്ങനെയെങ്കിലും എത്തിച്ചു തരും, കടം ഇല്ലാതാക്കി തീർക്കും എന്നാണ് ഫോർട്ട് കൊച്ചിയിലുള്ള വിശ്വാസികളുടെ വിശ്വാസം. അവർ പറയുന്നതും അതുപോലെ തന്നെയാണ്. കാപ്പിരിയെ രാത്രിയിൽ കണ്ടു എന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ അസാന്മാർഗ രീതിയിൽ നടക്കുന്ന ആൾക്കാരെ ചൂരൽ വടിയെടുത്ത് അടിച്ച് നല്ല രീതിയിൽ മാറ്റി തീർത്തു എന്നും വിശ്വസിക്കുന്നവർ ധാരാളം ഇന്ന് ഫോർട്ട് കൊച്ചിയിലുണ്ട്. അപ്പോൾ അത്തരമൊരു മതവിശ്വാസം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഈ കാപ്പിരികളെ ആരാധിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ, അതും മറ്റൊരു കേരളത്തിൽ നിന്ന് വിട്ട് എത്രയോ ദൂരെയുള്ള ഒരു ഭൂഖണ്ഡത്തിൽ വസിക്കുന്ന കാപ്പിരികളെ ആരാധിക്കുന്ന ദൈവം ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് വിചിത്രമായി തോന്നും. കാപ്പിരികളെ കണ്ടവർ പറയുന്നത് 6 അടിയിലധികം പൊക്കം, കറുത്ത് ഉരുണ്ട ശരീരപ്രകൃതി, കറുത്ത് ചുരുണ്ട മുടികള്, പിന്നെ ചുവന്ന കണ്ണുകള്, ഇതൊക്കെയാണ് കാപ്പിരി ദൈവത്തെക്കുറിച്ച് അവർ പറയുന്നത്. രാത്രികാലങ്ങളിൽ കാപ്പിരികൾ ഈ ക്ഷേത്രങ്ങളിൽ വെച്ചിരിക്കുന്ന മദ്യം ഭക്ഷിക്കുകയും ഇറച്ചി ഭക്ഷിക്കുകയും ഒക്കെ ചെയ്ത് കണ്ണ് ചുവപ്പിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആണ് വിശ്വാസികളുടെ ഇപ്പോഴും പറയുന്ന രീതി. വാമൊഴിയായോ വരമൊഴിയായോ കിട്ടിയ പ്രാർത്ഥനകളൊന്നുമല്ല അവിടെ പ്രാർത്ഥിക്കുക, ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭക്തൻ എങ്ങനെയാണ് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക? ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ മുഴുവൻ ആ ദൈവത്തിന്റെ പാദങ്ങളിൽ അർപ്പിക്കുക. അങ്ങനെ നമ്മുടെ വിഷമങ്ങൾ മുഴുവൻ പറയുക. നമ്മുടെ വിഷമങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെ വിഷമം മാറിയാൽ തന്നെ മനുഷ്യന് ഒരു 80% സന്തോഷം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ആ സന്തോഷം കണ്ടെത്താനും ആ കഷ്ടപ്പാടിൽ നിന്ന്, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ കഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ നിത്യവൃത്തിക്കായിട്ട് പണമില്ലാതെ വലയുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കടത്തിൽ മുങ്ങിത്താഴുന്ന ആൾക്കാർ, അവർക്കെല്ലാം സഹായം കാപ്പിരി ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണല്ലോ വലുത്. കൊച്ചിയിലെ മതാതീത സങ്കല്പ രാഷ്ട്രീയത്തിന്റെ ഒരു ഉദാഹരണമാണ് കാപ്പിരി വിശ്വാസികൾ എന്ന് പറയുന്നത്. കാഫിർ എന്ന പ്രയോഗവും അറബി വാക്കിൽ നിന്നാണ് വന്നത്. എന്താണ് കാഫിർ എന്ന് പറഞ്ഞാൽ? കാഫിർ എന്ന വാക്കുകൾ ധാരാളം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇലക്ഷന് വടകരയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാഫിർ എന്ന് പറയുന്നത് വിശ്വാസി അല്ലാത്ത ഒരാൾ, വിശ്വാസത്തിന് പുറത്തുള്ള ഒരാൾ എന്ന വിശ്വാസമാണ്. അപ്പോൾ ഈ
ആഫ്രിക്കയിൽ നിന്ന് വന്ന കാപ്പിരികൾ, അവർക്ക് വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുള്ള ഒരു കാഫിർ എന്നാണെന്ന് ഉള്ള രൂപത്തിലാണ് കാണുന്നത്. അങ്ങനെ ആ കാഫിർ, ആ കാപ്പിരികളെയാണ് ഇവിടെ ആരാധിച്ചു പോരുന്നത്. ഒരു തുറമുഖം എന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തിയിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടി സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവിടെ എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റി അയക്കുന്ന പോർച്ചുഗീസുകാർക്ക് സഹായത്തിനായിട്ടാണ് ആഫ്രിക്കയിൽ നിന്ന് ഈ കാഫിറുകളായിട്ടുള്ള കാപ്പിരികളെ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. 1948 വാസ്കോഡ ഗാമ കോഴിക്കോട് ഇറങ്ങിയപ്പോഴും കാപ്പിരികൾ ഉണ്ടായിട്ടുണ്ട്, ഒപ്പരം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1500 പോർച്ചുഗീസ് നാവികൻ കാബ്രൽ കൊച്ചിയിലെത്തി രാജാവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോർച്ചുഗീസ് ബന്ധം കൊച്ചിയിൽ ആയതിനെ തുടർന്ന് ആ പോർച്ചുഗീസുകാരാണ് ഈ ആഫ്രിക്കയിൽ നിന്ന് ഇവരെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. കാപ്പിരികളെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറയുന്നു. 1503 ഒരു കൊളോണിയൽ കൊട്ടാരം പോർച്ചുഗീസുകാർ ഉണ്ടാക്കി. ഇമ്മാനുവേൽ കോട്ട എന്നാണ് അതിൻ്റെ പേര്. ഇമ്മാനുവേൽ കൊട്ടാരം എന്ന് പറയും. ഇമ്മാനുവേൽ കൊട്ടാരം 1503 സാമൂതിരി രാജാവിനോട് അനുവാദം വാങ്ങിയിട്ടാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ചത്. പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളിൽ മുഴുവൻ കാപ്പിരികളായിരുന്നു ജോലിക്കാരെന്നാണ് പറയപ്പെടുന്നത്. 500-ലേറെ തൊഴിലാളികൾ ജോലി ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാപ്പിരികൾ. അങ്ങനെ പോർച്ചുഗീസുകാരായ ചെറുപ്പക്കാർ കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽക്കാരിയെ കല്യാണം കഴിച്ച് കഫഡേഴ്സ് എന്ന രീതിയിൽ അവരെ വേർതിരിച്ച് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ഇഷ്ടം പോലെ കാപ്പിരികളെ കൊണ്ടുവന്ന് അവരുടെ ജോലിക്കായി നിർത്തിയതായി ചരിത്രം പറയുന്നുണ്ട്. കൊച്ചിയിൽ തുരുത്തി എന്നൊരു പ്രദേശമുണ്ട്. അവിടെ കാപ്പിരി തുരുത്തികൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പണ്ട് കാലത്ത്. അത്രയും കാപ്പിരികൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ തുരുത്തിലായിരുന്നു അവർ കൂടുതൽ താമസിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇന്ന് തുരുത്തി എന്ന് മാത്രമാണ് പറയുന്നത്. അന്ന് കാപ്പിരി തുരുത്തി എന്നാണ് പറയപ്പെട്ടിരുന്നത്. 1663 ഡച്ചുകാർ കൊച്ചിയിലെത്തുകയും പോർച്ചുഗീസുകാരെ തുരുത്തുകയാണ് ചെയ്തത്. പിന്നെ ഡച്ചുകാരായി കൊച്ചിയുടെ ഭരണം. ആ ഡച്ചുകാരും കാപ്പിരികളെ കൊണ്ടുവന്നു. അവരും അടിമപ്പണി ചെയ്യിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഡച്ചുകാർക്ക് വേണ്ടി കാപ്പിരികൾ യുദ്ധം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എത്രയോ കാപ്പിരികൾ ആ യുദ്ധത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഡച്ചുകാർ 5.5 ലക്ഷത്തോളം കാപ്പിരികളെ ആഫ്രിക്കയിൽ നിന്ന് കടത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. 5.5 ലക്ഷത്തോളം കാപ്പിരികളെ, അടിമകളെ. പിന്നീട് ഇതിനൊരു മാറ്റം വന്നത് ഡച്ചുകാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങി. അപ്പോഴാണ് കാപ്പിരികളെ ഒഴിവാക്കിക്കൊണ്ട് വന്നത്. അങ്ങനെ കാപ്പിരികളുടെ എണ്ണം കുറഞ്ഞു. കാരണം ബ്രിട്ടീഷുകാർ അടിമക്കച്ചവടത്തിന് എതിരായിരുന്നു. അതിന് നിയമം 1933 നിയമം പാസ്സാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കാപ്പിരികൾക്ക് കുറച്ചെങ്കിലും ആശ്വാസമുണ്ടായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്. ആ ഭരണകാലം തൊട്ട് കാപ്പിരികളെ പറ്റി അധികം പറയുന്നില്ല. കാപ്പിരികളെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. കാരണം കാപ്പിരികൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവാം. അവരാരും ഇവിടെ താമസമാക്കിയിട്ടില്ല. അവരാരും അടിമപ്പണി ആരും ഇഷ്ടപ്പെടില്ലല്ലോ. ആർക്കും അടിമപ്പണി ഇഷ്ടപ്പെടില്ലല്ലോ. എപ്പോഴും സ്വാതന്ത്ര്യത്തിന് തന്നെയല്ലേ വില. ഇന്നും കാപ്പിരികളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വിശദമായ പഠനം ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വാക്കുകളിൽ കൂടിയായിരിക്കും. ഇങ്ങനെ മട്ടാഞ്ചേരിയിൽ 2 ക്ഷേത്രമുണ്ടെന്നും മട്ടാഞ്ചേരി വാസികൾ കാപ്പിരി ദൈവത്തെ ആരാധിക്കുന്നുവേണ്ടത് ശരിയാണ്. കാപ്പിരി ദൈവത്തെ ആരാധിച്ചോളൂ. ആരും നിങ്ങളെ വെറുക്കില്ല. കാരണം ഇതിലൊരു മതമില്ല. ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ. നമ്മളെ കാപ്പിരികൾ അല്ലെങ്കിൽ കാപ്പിരി ദൈവം സംരക്ഷിക്കും, നമുക്ക് പണം തരും, നമ്മളുടെ കടങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാവും എന്ന വിശ്വാസം മാത്രമാണ്. അത് മറ്റാർക്കും ഈ വിശ്വാസത്തെ ഗണ്ഡിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. ആരെയും ഇതിലേക്ക് ആകർഷിക്കുന്നില്ല. കാപ്പിരികളായിട്ടുള്ള ആൾക്കാർ, കാപ്പിരികളായിട്ട് വിശ്വസിക്കുന്നവർ, അവർ നിങ്ങളുടെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇത്രയും മാധ്യമങ്ങളും ഉണ്ടായിട്ടും അവരാരും നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ. പത്രമാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇവിടെ ഞാൻ മാത്രമാണ് ഈ പറയുന്നത്.
കാപ്പിരി ദൈവത്തെക്കുറിച്ച്. അപ്പോൾ വിശ്വാസികൾ, ശരിക്കും വിശ്വാസികൾ അങ്ങനെ ആയിരിക്കണം. അവരുടെ വിശ്വാസം അവരിൽ മാത്രം ഉണ്ടാവുക. അത് മറ്റുള്ളവരെ അറിയിക്കുകയോ മറ്റുള്ളവരെ കാണിക്കുകയോ ഉള്ളതല്ല വിശ്വാസം. ഇതാണ് ശരിയായ വിശ്വാസം എനിക്ക് തോന്നുന്നു. കാരണം മറ്റാരെയും ബുദ്ധിമുട്ടിക്കാറില്ല. അവരുടേതായിട്ടുള്ള, ഇതൊരു മിത്താണ്. ഈ കാപ്പിരി വിശ്വാസം ഒരു മിത്താണ്, ഒരു ഫോക്ലോറാണ്, അല്ലേ? ഇതൊരു കാപ്പിരി ലൈഫാണ്. ആ വിശ്വാസം തുടർന്ന് പോകട്ടെ. അതിന് നമ്മൾ തടയിടണ്ട, അതിന് തടയിടാൻ പോകേണ്ട. അവിടെ വിശ്വസിക്കുന്നവരത് വിശ്വസിക്കട്ടെ. അവിടെ ബിംബങ്ങളില്ല, ഫോട്ടോകളില്ല. അവിടെ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടേതായ പ്രാർത്ഥനകൾ നടത്തുന്നു. ഇന്ന പ്രാർത്ഥന എന്നില്ല. അതൊരു വിശ്വാസമാണ്, അതൊരു ലൈഫാണ്. ആ ലൈഫ് അങ്ങനെ തുടരട്ടെ. നന്ദി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.